നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ, ഒപ്പം ഞങ്ങളുണ്ട്. എയർ ഗൈഡ്, ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം. പാസ്പോർട്ട്, എയർ ടിക്കറ്റ്, ടൂർ പാക്കേജ്, ഹജ്ജ് ആൻഡ് ഉംറ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9539000666. കല്ലാച്ചി പ്രോവിഡൻസ് സ്കൂളിന്റെ 39ാം വാർഷികം ഇന്നും നാളെയുമായി നടക്കും. സ്കൂളിലെ MT ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന സംഗമം ഇന്ത്യയിലെ മുതിർന്ന സിവിൽ സർവീസ് ഓഫീസറായ രാജു നാരായണ സ്വാമി IAS ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 26-27 തീയതികൾ ഞങ്ങളുടെ പ്രോവിഡൻസിന്റെ 39ാം വാർഷികം ആഘോഷിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്കത് പറയുന്നതിന്. കേവലം 36 കുട്ടികളിൽ നിന്ന് 6 സ്റ്റാഫും ഉൾപ്പെടെയുള്ള ആ ഒരു സ്ട്രെങ്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ 1000-ഓളം കുട്ടികൾ, 1000-ൽ പരം കുട്ടികളും 100ഓളം സ്റ്റാഫുമുള്ള ഒരു മഹത്തായ സ്ഥാപനമായി വടകര മേഖലയിൽ തന്നെ മാറിക്കഴിഞ്ഞു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷജനകമാണ്. അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും സമർപ്പണ മനോഭാവവും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ പങ്കും നിസ്സീമമാണ്. നാളെ മറ്റന്നാൾ രാവിലെ 9 മണിക്ക് വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടി ഞങ്ങളുടെ വിശിഷ്ടാതിഥി രാജു നാരായണ സ്വാമി സാറിനെ MRFന് സമീപത്തുള്ള ആ ഗ്രൗണ്ടിൽ വെച്ച് സ്വീകരിക്കും. വർണ്ണാഭമായ ഘോഷയാത്ര, കുട്ടികൾ പുറമേ നിന്നുള്ള വാദ്യോപകരണങ്ങൾ ഒരു വിഭാഗം മാത്രം, ബാക്കി മുഴുവൻ ഞങ്ങളുടെ മക്കൾ അണിനിരക്കുന്ന ചില മെസ്സേജുകളോട് കൂടിയുള്ള പ്ലക്കാർഡുകളുമായി ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഘോഷയാത്രയിൽ പങ്കെടുക്കും. അത് ഏതാണ്ട് 10 മണിയോടുകൂടി ഞങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. അതിനുശേഷം ഇവിടെ ഏതാണ്ട് 11 പഞ്ചായത്തിലെ പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 31ഓളം വിശിഷ്ടാതിഥികൾ ഞങ്ങളുടെ മക്കൾക്ക് ഏതാണ്ട് 1100ഓളം സമ്മാനങ്ങൾ ഇവിടെ വിതരണം ചെയ്യും. നമ്മുടെ മേഖലയിലെ 1000ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രോവിഡൻസ് സ്കൂൾ. ഇതൊരു അൺഎയ്ഡഡ് വിദ്യാലയമാണെങ്കിൽ പോലും മികച്ച വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ രക്ഷിതാക്കൾ പോലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിദ്യാലയമായി പ്രോവിഡൻസ് മാറിയിരിക്കുകയാണ്. നാദാപുരം മേഖലയിൽ സമാന്തര വിദ്യാഭ്യാസ പ്രസ്ഥാനം, നേരത്തെ ഡിഗ്രി വിദ്യാഭ്യാസമൊന്നും സാധാരണക്കാരായ കുട്ടികൾക്ക് പ്രാപ്യമല്ലാത്ത കാലത്ത്, ആ കാലഘട്ടത്തിൽ ഡിഗ്രിയും ഡിഗ്രി വിദ്യാഭ്യാസവും SSLC പരിശീലനവും ഉൾപ്പെടെ നൽകിയ സമാന്തര വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീ MK വിനോദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രൈമറി വിദ്യാലയം വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കരസ്ഥമാക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം, അതൊരു ഇംഗ്ലീഷ് ഭാഷ അഭ്യാസം മാത്രമല്ല, മാതൃഭാഷയിൽ ഉൾപ്പെടെ മികച്ച പരിശീലനം നൽകിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് ഞങ്ങളൊക്കെ PTA, രക്ഷിതാക്കളുടെ പ്രതിനിധികളാണ് ഞങ്ങളൊക്കെ PTA എന്നുള്ള രീതിയിൽ ഞങ്ങളൊക്കെ അഭിമാനം കൊള്ളുന്നത്. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പൊതുരംഗത്തുള്ള ആളുകളൊക്കെ മക്കളും ചെറുമക്കളുമായി ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ വിദ്യാലയം ഏറ്റെടുത്തിട്ട് ഏകദേശം 23 വർഷമായി. അതിനു മുൻപ് ജാനകി ടീച്ചറായിരുന്നു നടത്തിയത്. 23 വർഷത്തിനിടയിൽ നമ്മുടെ PTA പ്രസിഡന്റ് പറഞ്ഞതുമാതിരി ഇവിടെ നമ്മളുടെ ഈ മേഖലയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം പ്രാപ്യമായ രീതിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് നികത്തുക എന്നായിരുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾക്ക് ഇവിടെ എത്തിച്ചേർന്ന് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാന വെല്ലുവിളി. നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾക്കറിയാം അൺഎയ്ഡഡ് മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെപ്പറ്റി. അപ്പോൾ അങ്ങനെ അവിടെയുള്ള കുട്ടികളൊക്കെ ഇവിടെ എത്തിക്കുവാൻ ഇന്നിവിടെ 16 പഞ്ചായത്തിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ 16 പഞ്ചായത്തിൽ നമ്മൾ വാഹന സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാന കാര്യം, പൊതുവേ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾക്കൊരു ചീത്ത പേരുണ്ട്. 2 പേരിലാണ് അറിയപ്പെടുന്നത്. അവരൊക്കെ അമുൽ ബേബി ആയിരിക്കും. പുസ്തകം നോക്കി പഠിച്ച് എഴുതുക, അതിൻ്റെ അറിവ് മാത്രം കിട്ടുക, അതിലപ്പുറത്തേക്ക് അവരുടെ വിദ്യാഭ്യാസ അറിവ് ഇൻ്റലക്ച്വൽ ലെവൽ ഉണ്ടാവില്ല എന്നൊരു വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. രണ്ടാമത്തേത്,
ഇംഗ്ലീഷ് മീഡിയം പഠിക്കുമ്പോൾ മലയാളം പാടെ അറിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇത് രണ്ടിലും വാസ്തവം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് പുതിയ എഡ്യൂക്കേഷൻ പോളിസി കൂടെ വന്നതിന് ശേഷം, അതിന് മുൻപ് തന്നെ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ, ഒരുപക്ഷെ ഈ പ്രദേശത്ത് ആദ്യമായി ഗ്രേഡ് സമ്പ്രദായം, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഗ്രേഡ് സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഗ്രേഡ് സമ്പ്രദായത്തിലേക്ക് വന്ന സ്ഥാപനമാണിത്. രണ്ടാമത്, നമ്മളുടെ കോവിഡ് കാലത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതിന് 2 മാസം മുൻപ് തന്നെ, അതായത് മാർച്ച് മാസം 11-ാം തീയതി നമ്മുടെ വിദ്യാലയങ്ങൾ പൂട്ടിയപ്പോൾ ഞങ്ങൾ ഏപ്രിൽ മാസം തന്നെ ഞങ്ങൾ കോവിഡ് കാലത്ത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആരംഭിച്ചു. മറ്റുള്ള സ്കൂളുകളിൽ ജൂൺ മാസം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ഏപ്രിൽ മാസം തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആരംഭിക്കുകയും അത് ആരംഭിച്ച് ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുവരുവാൻ വാസ്തവത്തിൽ ഇവിടെയുള്ള PTA-യും ഇവിടെയുള്ള ഭാരവാഹികളും എല്ലാവരും ചേർന്ന് വലിയൊരു കാരണം ഇതിനു മുൻപ് നമുക്കതൊരു മാതൃകയില്ലായിരുന്നു, ഒരു അനുഭവമില്ലായിരുന്നു, ഒരു മുൻമാതിരിയേ ഇല്ലായിരുന്നു. അത് നടപ്പിൽ വരുത്തുവാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട് വാസ്തവത്തിൽ പ്രോവിഡൻസിൻ്റെ പേര് ഈ പ്രദേശത്ത് മുഴുവൻ എത്തിച്ചേരുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോവിഡ് കാലത്ത് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാനുള്ളത്, നമ്മളുടെ ഈ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള സ്കൂളിലെ കുട്ടികൾ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കൊക്കെ അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നതാണ് മലയാളത്തിലുള്ള അവരുടെ ജ്ഞാനം. മറ്റുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, മറ്റതെല്ലാം ഞങ്ങൾക്ക് വളരെയേറെ സംതൃപ്തി നൽകും. മലയാളം പഠിക്കാൻ പറ്റില്ല എന്ന ആരോപണത്തെ മുഴുവനായിട്ട് തന്നെ പുറന്തള്ളിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ മലയാളം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. ഈ പരിപാടിക്ക് ഏറ്റവും മികച്ച ആളെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് നമ്മളുടെ കുട്ടികൾക്ക് എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രചോദനം കിട്ടുന്ന വിധത്തിലുള്ള വ്യക്തികളെ കൊണ്ടുവരാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തനം കൂടിയായ നമ്മുടെ PTA പ്രസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജനാരായണ സ്വാമിയെയാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന 1000-ഓളം കുട്ടികൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള രക്ഷിതാക്കൾക്കും അവർക്ക് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും ജനിച്ച കുട്ടികൾക്കുമെല്ലാം പാരൻറ്റിങ് എന്തായിരിക്കണമെന്നും എന്താണ് നമ്മളുടെ നാടിൻ്റെ സ്ഥിതി എന്നെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മികച്ച വ്യക്തിത്വം 22-ാം തീയതി ഇവിടെ വരികയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, സമാന്തര മേഖലയിൽ വളരെ കാലം സേവനമനുഷ്ഠിക്കുന്നതിനിടയിൽ ശാശ്വതമായ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാരന് വളരെയധികം ആക്സസിബിളായ, അവരെ സംബന്ധിച്ച് അവർക്ക് എഫോർഡബിളായ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഉണ്ടാവണമെന്നൊരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു സ്ഥാപനത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചത്. ഈ സ്ഥാപനം ഏറ്റെടുത്തപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രഥമമായ ഒരു കടമ്പ, അതിന് നല്ലൊരു സംവിധാനം, ഭരണ സംവിധാനം, ഒരു ഘടനാ സംവിധാനം ഉണ്ടാവണമെന്നായിരുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ആ ഒരു ഘടനാപരമായ മുന്നോട്ട് പോകലിന് വളരെയധികം സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് ഇന്ന് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ബാലകൃഷ്ണൻ സാർ. അദ്ദേഹം ഈ സ്ഥാപനം ഏറ്റെടുത്ത് തുടങ്ങുന്ന സമയത്ത് വളരെ നാമമാത്രം, 50-ൽ കുറഞ്ഞ കുട്ടികൾ മാത്രമുള്ള സ്ഥാപനം ഇന്ന് 2 പതിറ്റാണ്ട് കൊണ്ട് 1000-ൽ പരം കുട്ടികളുടെ സ്ഥാപനമായി ഉയർന്നു എന്നുള്ളത് മാത്രമല്ല, ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും വീടുകളിൽ അദ്ദേഹം ഒരു അംഗമാണ്. നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം, പ്രൊവിഡൻസ് എന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ വളരെ സജീവതയോടുകൂടി അനുദിനം വളർന്നു വന്നപ്പോൾ എൻ്റെയും സാധാരണക്കാരനായ എന്നെ പോലുള്ളവരുടെ കുട്ടികൾക്ക് കൂടി ഉന്നതമായ വിദ്യാഭ്യാസം, നല്ല രീതിയിലുള്ള ഗുണകരമായ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ലഭിക്കുക എന്ന മഹത്തായ ഒരു കർത്തവ്യം കൂടി ഈ വിദ്യാലയം നിർവഹിക്കുന്നത് ഒരു രക്ഷിതാവെന്ന നിലയിലും ഈ നാട്ടുകാരനെന്ന നിലയിലും ഏറെ അഭിമാനിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലുപരി അവർക്ക് നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കിട്ടേണ്ട എല്ലാവിധ പരിശീലനവും, അവരുടെ ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായി തീരാനുള്ള എല്ലാവിധ പരിശീലനവും ഇവിടെയുള്ള അർപ്പണ മനോഭാവമുള്ള ടീച്ചേഴ്സിൽ നിന്നും അവർ കരഗതമാക്കുന്നു എന്നത് ഏറെ അഭിമാനത്തോടു കൂടി ഈ നിമിഷം ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ VV ബാലകൃഷ്ണൻ, ചെയർമാൻ KK ശ്രീജിത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ MK വിനോദൻ, പ്രധാനാധ്യാപിക C ബീന, TC കൃഷ്ണദാസ്, രോഷിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.